ഹനുമാൻ സ്വാമിയുടെ പരമോന്നത രൂപമാണ് പഞ്ചമുഖ ഹനുമാൻ. വളരെ ഊർജവും ശക്തവുമാണിത്. നമസ്കാരം, സ്മരണ, കീർത്തനം, യാചനം, അർപ്പണം എന്നിങ്ങനെ 5 രീതിയിൽ ഈ പഞ്ചമുഖത്തെ പ്രാർത്ഥിക്കാവുന്നതാണ്. ശ്രീ പഞ്ചമുഖ ഹനുമാന്റെ ഓരോ മുഖത്തിന്റെയും പ്രാധാന്യം. 1. ഹനുമാൻ ഭക്തിയോടെ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്നു. ഹനുമാനെ ആരാധിക്കുന്നതിലൂടെ പാപമുക്തി ലഭിക്കുകയും സമാധാനം, സന്തോഷം, പൂർത്തീകരണം, വിശുദ്ധി എന്നിവ ലഭിക്കുന്നു. 2. നരസിംഹം തെക്കോട്ട് ദർശനമുള്ളതാണ്. നരസിംഹം ഭയം ഇല്ലാതാക്കുകയും വിജയം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. 3. ഗരുഡൻ പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമുള്ള ഗരുഡൻ നെഗറ്റീവ് സ്വാധീനങ്ങൾ, മന്ത്രവാദം, ദുരാത്മാക്കൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. 4. വരാഹം ഗ്രഹചലനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദോഷത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. 5. ഹയഗ്രീവൻ കുതിരയുടെ രൂപമുള്ള ഹയഗ്രീവൻ അറിവ്, സന്തതി, മോക്ഷം എന്നിവയ്ക്ക് അനുഗ്രഹിക്കുന്നു. പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഹനുമാന്റെ ധൈര്യം, ശക്തി, നരസിംഹത്തിന്റെ നിർഭയത്വം, ഗരുഡന്റെ മാന്ത്രിക കഴിവുകൾ, പാമ്പ് കടിയേറ്റാൽ ഭേദമാക്കാനുള്ള ശക്തി, വരാഹത്തിന്റെ ആരോഗ്യം, ഭൂതവിദ്യ, ഹയഗ്രീവന്റെ ശത്രുക്കളുടെ മേലുള്ള വിജയം എന്നിവ കൈവരിക്കാനാകും. ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് വായുപുത്രനായ ഹനുമാൻ. വാനരന്മാരിൽ ശ്രേഷ്ഠനായ ഹനുമാൻ ഇല്ലാതെ രാമായണം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. രാമനാമം എവിടെ കേട്ടാലും അവിടെ ഹനുമാൻ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. ഒരിക്കൽ പാതാളവാസികളായ മായാജാലങ്ങൾ ഏറെ വശമുള്ള രാക്ഷസന്മാരായ അഹിരാവണനും മഹിരാവണനും ചേർന്ന് രാമലക്ഷ്മണന്മാരെ ബന്ധിതമാക്കി പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ആ രാമലക്ഷ്മണന്മാരെ അന്വേഷിച്ച് ഹനുമാൻ പാതാളത്തിൽ ചെല്ലുകയുണ്ടായി. അവിടെ ഹനുമാൻ രാവണക്കോട്ടയുടെ കാവൽക്കാരനായ മകരധ്വജനെ കണ്ടുമുട്ടി. യഥാർത്ഥത്തിൽ ഹനുമാന്റെ പുത്രനായിരുന്നത്രേ മകരധ്വജൻ. പാതി വാനരനും പാതി ഉരഗരൂപം ഉള്ളവനുമാണ് മകരധ്വജൻ. ദ്രോണഗിരിയെടുത്ത് ഹനുമാൻ പറക്കുന്നതിനിടയിൽ കടലിൽ ഹനുമാന്റെ ഒരു തുള്ളി വിയർപ്പ് വീണതിൽ നിന്നാണത്രേ മകരധ്വജൻ പിറവിയെടുത്തത്. എന്നാൽ ഒരു പുത്രനെന്ന നിലയിൽ മകരധ്വജൻ പിതാവായ ഹനുമാനെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ ഉണ്ടായ പോരാട്ടത്തിൽ പരാജിതനായ മകരധ്വജനെ ഹനുമാൻ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. തുടർന്ന് ഹനുമാൻ അഹിമഹിരാവണന്മാരുമായി യുദ്ധം ചെയ്യുന്നു. എന്നാൽ മായാജാലക്കാരായ അഹിമഹിരാവണന്മാരെ തോൽപ്പിക്കുക എന്നത് ഹനുമാന് അത്ര നിസ്സാരമായിരുന്നില്ല. അഹിമഹിരാവണന്മാരുടെ ശൗര്യത്തിന് കാരണം ഒരിക്കലും കെടാതെ കത്തുന്ന 5 വിളക്കുകളാണെന്നും ഒരേ സമയം ഈ 5 വിളക്കുകളും കെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ അഹിമഹിരാവണന്മാരെ വധിക്കാനാകൂ എന്നും ഹനുമാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഹനുമാൻ പഞ്ചമുഖ രൂപം സ്വീകരിക്കുന്നു. വടക്ക് വരാഹമൂർത്തിയും തെക്ക് നരസിംഹമൂർത്തിയും പശ്ചിമദിക്ക് ഗരുഡനും ആകാശത്തേക്ക് ഹയഗ്രീവനും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചുകൊണ്ടുള്ള ഒരേ സമയം ഈ 5 മുഖങ്ങളും കൂടി ഈ 5 വിളക്കുകളും ഊതിക്കെടുത്തുന്നു. അതോടെ അഹിമഹിരാവണന്മാരുടെ ശൗര്യവും വീര്യവും മായാജാലവുമെല്ലാം പതുക്കെ കുറയാൻ തുടങ്ങി. തൽക്ഷണം ഇരുവരെയും ഹനുമാൻ വധിക്കുകയും ശേഷം രാമലക്ഷ്മണന്മാരെ പാതാളത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു.